PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CSEB ജൂനിയർ ക്ലർക്ക് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 29-നും ജനുവരി 4-നുമായിട്ട് 2 എണ്ണം കഴിഞ്ഞു. 6 എക്സാംസ് ഇനിയും ബാക്കിയുണ്ട്. ഈ വരുന്ന ഞായറാഴ്ചയും എക്സാം ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ടഫായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് വരുന്നുണ്ട്. നമ്മൾ എല്ലാ പോയിൻറ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ 29-ന് നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോപ്പറേഷൻ്റെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. CSEB ജൂനിയർ ക്ലർക്ക് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ CSEB ജൂനിയർ ക്ലർക്ക് സിലബസ് വൈസ് ക്ലാസ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരകാന്തി വിർജിൻ കോക്കനട്ട് ഓയിൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് കേരകാന്തി വിർജിൻ കോക്കനട്ട് ഓയിൽ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഓപ്ഷൻസ് കേര ഫെഡ്, വനിത ഫെഡ്, മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡ്. കേരകാന്തി വിർജിൻ കോക്കനട്ട് ഓയിൽ ഏതിൻ്റെ പ്രോഡക്റ്റാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വനിത ഫെഡ്. വനിത ഫെഡിൻ്റെ കോക്കനട്ട് ഓയിലാണ് കേരകാന്തി വിർജിൻ കോക്കനട്ട് ഓയിൽ. വനിത ഫെഡ് നമുക്കറിയാം, കേരള സ്റ്റേറ്റ് വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ് വനിത ഫെഡിൻ്റെ പൂർണ്ണരൂപം. 2002 രജിസ്റ്റർ ചെയ്തു. 2003 ഏപ്രിൽ 1-നാണ് ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വനിത ഫെഡ് കേരളത്തിൽ 2 ടയർ സ്ട്രക്ചറാണ്. അപ്പെക്സ് ലെവലിൽ വരുന്നതാണ് വനിത ഫെഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. ഇപ്പോഴത്തെ വനിത ഫെഡിൻ്റെ ചെയർപേഴ്സണാണ് ശ്രീജ കെ. അപ്പോൾ കേരകാന്തി വിർജിൻ കോക്കനട്ട് ഓയിൽ വനിത ഫെഡിൻ്റെ പ്രോഡക്റ്റാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ കോക്കനട്ട് ഓയിൽ ഏതാണ്? അതാണ് കേരജം. കേരജം എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെഡിൻ്റെ കോക്കനട്ട് ഓയിലാണ്. കേര ഫെഡിൻ്റെത് കേര, കേര ഗോൾഡ്, കേര കേഷ്, കേരാമൃത്, ഇതെല്ലാം കേര ഫെഡിൻ്റെ പ്രോഡക്റ്റുകളാണ്. പിന്നെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് ന്യൂട്രിക്കോ. ന്യൂട്രിക്കോ എന്നത് റബ്കോയുടെ കോക്കനട്ട് ഓയിലാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഷാൽ ബി ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഡാഷ് ഷാൽ ബി ദ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഫ്ലോട്ടഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. KS കാർഡ് ബാങ്ക് അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചറുടെ ട്രസ്റ്റി ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് RBI, രജിസ്ട്രാർ, കേരള ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ്. KS കാർഡ് ബാങ്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ട്രസ്റ്റി ആരാണ്? അത് രജിസ്ട്രാറാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. KS കാർഡ് ബാങ്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് ഡിബഞ്ചർ ഫ്ലോട്ട് ചെയ്യുന്നത് വഴിയാണ്. ഡിബഞ്ചേഴ്സിൻ്റെ ട്രസ്റ്റിയാണ് രജിസ്ട്രാർ. ഈ ഡിബഞ്ചറിന് ഗ്യാരണ്ടി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് RBI ആണ്. 3 തരത്തിലുള്ള ഡിബഞ്ചർ KS കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ ആൻഡ് സ്പെഷ്യൽ ഡിബഞ്ചർ. അപ്പോൾ KS കാർഡ് ബാങ്ക് ഫ്ലോട്ട് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ട്രസ്റ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. ശ്രീറാം കമ്മിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് കോബി, കിസാൻ കാർഡ്, കൺസ്യൂമർ ഫെഡ്, കേരള ബാങ്ക്. ശ്രീറാം കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കേരള ബാങ്ക്. കേരള ബാങ്കിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. കേരള ബാങ്ക് നിലവിൽ വന്നത് നമുക്കറിയാം 2019 നവംബർ 29-നാണ്. ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷൻ നടന്നത് 2019 ഡിസംബർ 6-നാണ്. കോപ്പറേറ്റീവ് സെക്ടറിലുള്ള കേരളത്തിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് ബാങ്കാണ് കേരള ബാങ്ക്. കേരള ബാങ്കിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശ്രീറാം കമ്മിറ്റി. 2017 ഏപ്രിൽ 28-നാണ് ശ്രീറാം കമ്മിറ്റി അവരുടെ റിപ്പോർട്ട്, ഡീറ്റെയിൽഡ് റെക്കമെൻഡേഷനോട് കൂടിയുള്ള റിപ്പോർട്ട് ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയന് സബ്മിറ്റ് ചെയ്യുന്നത്. 2017 ഏപ്രിൽ 28-നാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഹെഡായിരുന്നു മിസ്റ്റർ രവീന്ദ്രനാഥ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മിസ്റ്റർ രവീന്ദ്രനാഥാണ്. കേരള ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റീനെ നിയമിച്ചത്.
കേരള ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 21 അംഗങ്ങളാണ് ഉള്ളത്. കേരള ബാങ്ക് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചറിൽ വരുന്ന അപ്പെക്സ് ലെവൽ ബാങ്കാണ്. പ്രൈമറി ലെവലിൽ പാക്സ് വരും, അഥവാ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അപ്പെക്സ് ലെവലിൽ വരുന്നതാണ് കേരള ബാങ്ക്. The Board of Management of Kerala Bank shall be constituted by the dash as per the guidelines of RBI. The Board of Management of Kerala Bank shall be constituted by the dash as per the guidelines of RBI. Options: Registrar, General Body, Board of Directors, Government. കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 അംഗങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് RBIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഈ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സാണ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 21 മെമ്പേഴ്സാണ്, നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സാണ്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സ്. ഇനി ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. പാർട്ട് എയിൽ കൊടുത്തിരിക്കുന്നത് സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി, സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പാർട്ട് ബിയിൽ കൊടുത്തിരിക്കുന്നു 1958, 1945, 1904, 1972. ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം വന്ന വർഷം 1958 ആണ്, നമുക്കറിയാം. അപ്പോൾ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാച്ച് ആവുന്നത് എ ആണ്, 1958. അതുപോലെ ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി 1972 വന്നത്. അപ്പോൾ ഫാമേഴ്സ് സർവീസ് സൊസൈറ്റി മാച്ച് ആവുന്നത് 1972 ആണ്. മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1945. മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിനെ റെക്കമെൻഡ് ചെയ്തത് സരയ്യ കമ്മിറ്റിയാണ്. മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വന്ന വർഷം 1945. സ്മോൾ സൈസ്ഡ് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി 1904. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1C, 2D, 3A, 4B ആണ്. അടുത്തത് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു ഡാഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു ഡാഷ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻസ്: കൺസ്യൂമർ, മാർക്കറ്റിംഗ്, മാനുഫാക്ചറിംഗ്, നൺ ഓഫ് ദീസ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഏത് ടൈപ്പ് സൊസൈറ്റിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർക്കറ്റിംഗ് സൊസൈറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം, പ്ലെഡ്ജ് ലോണ്, പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കമ്മീഷൻ ഏജൻസി സിസ്റ്റം, ട്രേഡ് ക്രെഡിറ്റ്, ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ, ഇതെല്ലാം മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, വിൻഡോ ഡ്രസ്സിംഗ് റിലേറ്റഡ് ടു ഓപ്ഷൻസ്: മാർക്കറ്റിംഗ് സൊസൈറ്റി, പ്രോസസ്സിംഗ് സൊസൈറ്റി, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി, കൺസ്യൂമേഴ്സ് സൊസൈറ്റി. വിൻഡോ ഡ്രസ്സിംഗ് ഏത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൺസ്യൂമേഴ്സ് സൊസൈറ്റി. കൺസ്യൂമർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ടേമാണ് വിൻഡോ ഡ്രസ്സിംഗ്. ട്രേഡ് ഡെപ്പോസിറ്റ്, പർച്ചേസ് ബോണസ്, ഇൻവെൻറ്ററി കൺട്രോൾ, ആക്റ്റീവ് പ്രൈസ് പോളിസി, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം, വിൻഡോ ഡ്രസ്സിംഗ്, വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം, പാട്രണേജ് ഡിവിഡൻഡ്, ലീഡ് ആൻഡ് ലിങ്ക് സിസ്റ്റം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഈ ടേമുകളൊക്കെ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഡാഷ് ഈസ് എ ഫസ്റ്റ് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ വിച്ച് ഗോട്ട് പെർമനൻറ്റ് മെമ്പർഷിപ്പ് ഇൻ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ്. Dash is the first primary cooperative society in India which got permanent membership in International Cooperative Alliance. അതായത് ICAയിൽ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിൽ മെമ്പർഷിപ്പ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എടവണക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കൈര മിൽക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിറ്റൽ കവിത്കർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ICAയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടിയ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. 1925 ഫെബ്രുവരി 13 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കോഴിക്കോട് വടകരയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് വാഗ്ഭടാനന്ദനാണ്.
ഇതാണ് ഫസ്റ്റ് പ്രൈമറി സൊസൈറ്റി ടു ബിക്കം ദ മെമ്പർ ഓഫ് ICA. 2019 ULCCS ICAയുടെ മെമ്പർഷിപ്പ് കിട്ടിയത്. ഇത് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 2025 കൂപ്പ് ഡേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ICAയിൽ പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആസ്ഥാനം കോഴിക്കോട് വടകര. Kerala Cooperative Milk Marketing Federation was established for the successful implementation of DASH in Kerala. Kerala Cooperative Milk Marketing Federation was established for the successful implementation of DASH in Kerala. Options: Operation Flood Second Program, Operation Flood First Program, Milk Supply Line, Milk Procurement Program. നമുക്കറിയാം കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF അഥവാ മിൽമ ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡുമായി ബന്ധപ്പെട്ടാണ് ഫോം ചെയ്തത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. മിൽമ 1980 ഏപ്രിൽ 21 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡ് വന്ന വർഷം 1980 ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റ് 1970. 1970 ജൂലൈ 1 ഓപ്പറേഷൻ ഫ്ലഡ് ഫസ്റ്റ് പ്രോഗ്രാം വരുന്നത്. സെക്കൻഡ് 1980. ഇതുമായി ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് മിൽമ. 1980 ഏപ്രിൽ 21 ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. KCMMF അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനെയാണ് നമ്മൾ മിൽമ എന്ന് പറയുന്നത്. Cooperation as an economic system was born as a peaceful reaction against Cooperation as an economic system was born as a peaceful reaction against Options: Socialism, Industrial Revolution, Capitalism, Economic Reforms. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അടുത്തത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്: കോപ്പറേറ്റീവ്സ് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൺ ഷെയർ വൺ വോട്ട്. സെക്കൻഡ്: പ്രോക്സി വോട്ട് ഈസ് നോട്ട് അലൗഡ് ഇൻ കോപ്പറേറ്റീവ്സ്. ഇൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫൈനൽ അതോറിറ്റി വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ് പറയേണ്ടത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് വൺ ഷെയർ വൺ വോട്ട് എന്നതാണ്. അത് തെറ്റാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത് വൺ മാൻ വൺ വോട്ടാണ്, ഒരാൾക്ക് ഒരു വോട്ട്. അതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. പ്രോക്സി വോട്ട് ഈസ് നോട്ട് അലൗഡ്, അത് കറക്റ്റാണ്. അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഫൈനൽ അതോറിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ്. 2ഉം 3ഉമാണ് ശരി. Dash was a society established by Robert Owen with a mixed membership of both producers and consumers. Dash was a society established by Robert Owen with a mixed membership of both producers and consumers. Options: Labour Note, Labour Colonies, New Harmony, Labour Exchange. ഉത്തരം ഓപ്ഷൻ സി ആണ്, ലേബർ എക്സ്ചേഞ്ച്. ലേബർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിനുമായിട്ടുള്ള മിക്സഡ് മെമ്പർഷിപ്പോട് കൂടി തുടങ്ങിയ റോബർട്ട് ഓവൻ എസ്റ്റാബ്ലിഷ് ചെയ്ത സൊസൈറ്റിയാണ്. ലേബർ നോട്ട്, ലേബർ കോളനീസ്, ലേബർ എക്സ്ചേഞ്ച്, ന്യൂ ഹാർമണി ഇതെല്ലാം റോബർട്ട് ഓവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റോബർട്ട് ഓവൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു കോപ്പറേറ്റീവ് പയനീറാണ്. റോബർട്ട് ഓവനാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ്, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫിക്കാർഡ്. ഇത്രയുമാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബിയിൽ വരുന്നത് ഷോർട്ട് ടേം ക്രെഡിറ്റ് എഗെയിൻസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റി, മൾട്ടി ഏജൻസി അപ്രോച്ച്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്, നബാർഡ്. നമുക്ക് കണ്ണും പൂട്ടി നാലാമത്തത് ഉറപ്പിക്കാം, ക്രാഫിക്കാർഡ് നബാർഡാണ്. അപ്പോൾ 4D മാച്ച് ആവുന്നു. പിന്നെ ഉള്ളത് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പാണ്. അത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ്. മൾട്ടി ഏജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. പിന്നെ വരുന്നത് ഷോർട്ട് ടേം ക്രെഡിറ്റ് എഗെയിൻസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റിയാണ്. അത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ മാച്ച് ആവുന്നത് 1C, 2A, 3B, 4D. അടുത്തത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കണം.
ഫസ്റ്റ് വൺ, NCDC Act വാസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ ഇയർ 1962. രണ്ടാമത്തേത്, NCDC കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 13th April 1963. മൂന്നാമത്തേത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് NCDC ഈസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 only. മൂന്നാമത്തത് മാത്രമാണ് ശരി. NCDC Act വാസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ ഇയർ 1962. NCDC Act വന്നത് 1962-ലാണ്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല പാസ്സാക്കിയത്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തേത്, NCDC കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 13th April 1963. 1963 മാർച്ച് 13-നാണ് NCDC നിലവിൽ വന്നത്. ഇവിടെ ഏപ്രിൽ 13 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. NCDCയുടെ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ മൂന്നാമത്തത് മാത്രമാണ് ശരി. വാംനികോം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. വാംനികോം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് 1946, 1951, 1966, 1971. വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1966. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ 1966-ലാണ് വാംനികോം എസ്റ്റാബ്ലിഷ് ചെയ്തത്. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വാംനികോമായി മാറിയത് 1967 ഏപ്രിലാണ്. അപ്പോൾ ഈ 67 ഏപ്രിലാണ് നമ്മൾ കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 67 ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുമായിരുന്നു. 67 ഉത്തരം വരേണ്ടത്. ഓപ്ഷനിൽ 66 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 66 ഉത്തരവായിട്ട് എടുക്കാം. പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ 1966 വാംനികോം ഫോം ചെയ്തു. അത് വൈകുൺ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് അഥവാ വാംനികോമായി മാറിയത് 1967 ഏപ്രിലാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. 29/12/2025 നടന്ന ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.